അച്ചായ പിക്കപ്പ് 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 പ്ലീസ്. എന്തുവാടേ ഈ നേരത്ത്? അച്ചായ ഒരു അർജന്റ് കാര്യം സംസാരിക്കാനാ, പ്ലീസ് വെക്കരുത്. എന്ത് കാര്യോടാ? അതും ഈ നട്ടാപ്പാതിരായിക്ക് മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്നൊക്കെ പിന്നെ ഉറങ്ങാം അച്ചായ. ഇത് മാറ്റർ കുറച്ച് സീരിയസ് ആണ്. ഞാൻ പറയുന്നത് സമാധാനത്തോടെ അച്ചായൻ കേൾക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ നടുക്ക് വലിയൊരു കുഴി, എല്ലാം തവിടുപൊടി. അയ്യോ, എന്താ പറഞ്ഞേ? എന്ത് പറ്റി? എടാ നീ കാര്യം പറ, എന്താ പ്രശ്നം? അച്ഛന് ബി പി ഉള്ളതാണ്. അച്ചായ കാര്യം വേറൊന്നുമല്ല. എന്ത് വേറൊന്നുമല്ല, അച്ചായന്റെ ബാറ്. ഒരുമാതിരി മറ്റൊരു വർത്താനം പറയില്ല കേട്ടോ. നട്ടപ്പാരിക്ക് വിളിച്ചെണിപ്പിച്ചിട്ട് ബാറ് തുറന്നു തരാനോ? എടാ പാതിരയ്ക്ക് അടയ്ക്കുന്നവരവിടെ നിന്ന് മൂന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണോ പിന്നെ ഈ നേരത്ത്? എടാ ഇന്നല്ലടാ നിന്റെ പെങ്ങടെ മനസ്സമ്മതം. നമുക്കിട്ട് പണിയാതെ വീട്ടിൽ പോയ വല്ല കാര്യങ്ങൾ നോക്ക്. എടാ അച്ചായ എനിക്ക് ആ മനസ്സമ്മതം കൂടണം, അതുകൊണ്ടാ വന്ന് ബാർ തുറക്കാൻ പറഞ്ഞ. മനസ്സിലായില്ല? അതേ, ഞാൻ ഇന്നലെ അച്ചായന്റെ ബാറിൽ പെട്ടുപോയി. ഒരു 30. എന്റെ പൊന്നു മോനെ, നിന്റെ ഒരു കാര്യം, ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എന്റെ അമ്മോ. ശരി ശരി, അവിടെ നില്ല്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. താങ്ക് യു അച്ചായ, താങ്ക് യു സോ മച്ച് അച്ചായ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല, ശവം. ചുമ്മാതല്ല ഈ നാട്ടിലെ അച്ചായമാരെല്ലാം പിഴച്ചു പോകുന്നത്. കർത്താവേ, ഇനി അവിടെ കുപ്പിവെല്ലാം ബാക്കി ഉണ്ടാവോ? എന്റെ അമ്മോ. വേടേ, ഇന്നിനൊന്നും നടക്കുമെന്ന് തോന്നില്ല, പോയേക്കാം. രാമേന്ദ്ര സാറല്ലേ? അതെ. കിരണിന്റെ അച്ഛൻ. ആരാ? സാറിന് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളറിയാം. കിരണിനെ അതിലും നന്നായി അറിയാം. കുറച്ച് ക്യാഷിന്റെ ഡീലിംഗ് ഉണ്ട് അവനുമായിട്ട്. അവൻ പറഞ്ഞാണല്ലോ അല്ലേ? നിങ്ങൾ ആരാ? മോനെ കാണാൻ വന്നതാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ നേരിട്ട് കണ്ടോ സംസാരിക്കണം. അല്ലാതെ മോനെ കൊണ്ട് പൂജിക്കാനൊന്നുമല്ല, അവനെ തന്നെ അങ്ങനെ കാണണമൊന്നുമില്ല. നമുക്കേ അവൻ വാങ്ങിയ കാശ് തിരിച്ചു കിട്ടിയാൽ മതി. നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മയും ഇതുപോലുള്ള പെങ്ങന്മാരും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇവനൊക്കെ വന്ന് കാല് നിൽക്കുമ്പോ കാശിനെ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓൻ വന്ന് കൈനീട്ടി വാങ്ങിയതിന്റെ മുതലും പലിശയും കൂട്ടി നോക്കുമ്പോ വീട്ടിൽ വന്ന് ഓർമ്മിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ട് വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കാനാണെങ്കിൽ അവനും അവന്റെ കൂട്ടുകാരന്മാരും അടുത്താ നിൽക്കില്ല. വരുമ്പോ പറഞ്ഞേക്ക് ഒരു ഫസലിക്ക് വന്നിട്ട് പോയെന്ന്. ഓട്ടെ. ഭാഗ്യം ഇപ്രാവശ്യം വീടില്ല. ഇവനെന്താ ഇങ്ങനെ ഓടി വന്ന്? അതവന്റെ കുറച്ച് ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞായിരുന്നു. നമ്മളറിയാത്ത ഫ്രണ്ട്സോ? ഇത് ഏതാണ് ഇവള്? അതിവന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ, എഴുതിട്ടേ ഉള്ളൂ. അളിയ, നീ ഒരു പെരുന്നാളിനുള്ള ആളെയും കൂട്ടിയിട്ടാണല്ലോ വന്നേക്കണേ. അളിയാ, ഇപ്പൊ ഒരു കാര്യം ഓർത്ത്. വീട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. നീ ഇപ്പൊ പോയാ പോകുന്ന വഴിക്ക് പോക്കോണം, പിന്നെ എന്റെ മുമ്പിൽ വരരുത്. അത് നീ ആരാ? മെത്രാനാ? ഓടം ഇന്ന് ഇടികൊണ്ട് തൂറിഞ്ഞ്. ചേട്ടാ, നമ്മുടെ പയ്യൻ പാവാ, അവന് കുറച്ചും കൂടി സമയം കൊടുക്കാമല്ലോ, അല്ലേ? പിന്നെ കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൻ ഫ്രോഡൊന്നുമല്ല, നമ്മളെ പോലെ തന്നെ പാവാ. നിങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ
ഈ ലോകത്ത് വേറെ ആരാ അവനെ മനസ്സിലാക്കാൻ? നീ ആരാടാ ഇതൊക്കെ പറയാൻ? പണി പോളിട്ടോ. ചേട്ടാ ഈ ഒരു പ്രാവശ്യം കൂടി ഇത് അവസാനത്താ. ഇവനൊന്നും ചെയ്യരുത് പ്ലീസ്. കടം കൊടുത്താ ഇടം കൊടുക്കണമെന്നല്ലേ? അല്ലേ? ആണ്, അങ്ങനെയാണ്. കുറെ നേരം ആയല്ലോ. അനിയന്മാരെ പേരെന്താ? ചേട്ടൻ്റെ തറവാട്ട് പേര് കേട്ട് കാണും. കുരിശിങ്കൽ. ഞാൻ എബി. എബി കുരിശിങ്കൽ. കളിയാക്കുന്നോടാ. അവന്മാർ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതാ സംഗതി ഇത്ര അലമ്പായത്. ഇതിപ്പോൾ എനിക്ക് സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ വിഷമിക്കണ്ടാ. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഈ പ്രശ്നം സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 40,000 രൂപ പണിയാണ് അളിയാ. കക്കണ്ട വരും. കൽക്കണ്ടോ? കൽക്കണ്ട അല്ല, കക്കണം. മോഷണം, റോബറി, ഒരു ബണ്ടിച്ചോ സ്റ്റൈൽ, ഒരു ഹൈ ലെവൽ റോബറി. അളിയാ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ആൻസിയുടെ എൻഗേജ്മെന്റ് വകയിൽ ഞാൻ 20,000 അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മറ്റൊരു 20. അപ്പു പറഞ്ഞാലും കാര്യമില്ലാതില്ല. ആ, മോഷണം, റോബറി, അതാണ് ഈ ഏക പോംവഴി. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. പക്ഷെ ഇപ്പോഴൊരു പ്ലാൻ പുലിയ. രശ്മി അച്ഛനാ? നീയൊന്ന് അടങ്ങടാ. നല്ല പൂത്ത പണം ഉണ്ട് ആളുടെ കയ്യിൽ. നൈസായിട്ട് ഡീൽ ചെയ്താൽ നോ പ്രോബ്ലം. ആള്, സ്ഥലം, ഫാമിലി, ഇത് 3 അറിയണം. അത് 3 നീ എനിക്ക് വിട്ടേ. കാരണം ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാം, വീടും അറിയാം, വീടിരിക്കുന്ന സ്ഥലവും അറിയാം. വീട്ടിൽ അയാളുടെ ഒരേ ഒരു മകൻ, പിന്നെ അയാളുടെ ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ഭാര്യയല്ല, അയാളുടെ ഭാര്യ. അത് വലിയ കാര്യമാക്കണ്ട. അടിച്ചു മാറ്റുന്നത് വേറെ എവിടെ നിന്നല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. മമ്മി, അപ്പച്ചൻ്റെ കാർ ഞാൻ എടുക്കുവാണേ. കാർഡോ? കാർഡല്ല, കാറ്. അതൊക്കെ നീ നേരിട്ടങ്ങ് ചോദിച്ചാ മതി. ഏയ്, ഞാൻ ചോദിക്കില്ല, മമ്മിയും ചോദിക്കണ്ട. ഞാൻ കാർ എടുക്കുക. അപ്പച്ചൻ ചോദിച്ചാ മമ്മി അങ്ങ് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഓ, എന്നാ വേണ്ട, നമുക്കുണ്ടല്ലോ കാറ്, ഞാൻ അതെടുത്തോളാം. എങ്ങോട്ടാ? കള്ളു കുടിക്കാനാ? നീ ഓടിപ്പിച്ചാശേ. നീ പോയില്ലേ? ദേ പോയി. മമ്മിയുടെ പണി നടക്കട്ടെ. ആഹാ. ഹലോ, നീ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാ അപ്പച്ചാ. എടാ, നീ എന്റെ ATM കാർഡ് എടുത്തു. ATM കാർഡും ഞാനും? ഏയ്, അപ്പച്ചന്റെ കാർഡ് നീ എടുത്തോ? സത്യം പറയണം. ഞാൻ എന്തിന് കാർഡ് എടുക്കണം? മമ്മി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യം എന്താ? അപ്പച്ചന്റെ ATM കാർഡിൽ നിന്ന് ആരോ 20,000 രൂപ എടുക്കുന്ന. 20,000 രൂപയോ? ആര്? എപ്പോ? എന്നിട്ട്? ഉരുണ്ട് കളിക്കല്ലേ. അപ്പച്ചൻ പറഞ്ഞല്ലോ അതിന്റെ പിൻ നമ്പർ നിനക്കറിയാന്ന്. അയ്യോ മമ്മി, എന്റെ ഡെയിലി ചേരാനുള്ള 200 രൂപ വീട്ടിൽ നിന്ന് തന്നെ തരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ എടുക്കണം? പോലീസിൽ അറിയിച്ചോ? പോലീസിലൊക്കെ അറിയിച്ചു. ഒരു കാര്യം അറിഞ്ഞാ മതി, അവര് പിടിക്കാൻ പോകുന്ന കള്ളൻ നീ ആണോന്ന്. അതാ ആദ്യമേ അങ്ങോട്ട് വിളിച്ചേ. ഈ മമ്മി എന്താ ഒരു വിശ്വാസമില്ലാത്ത പോലെ. ഇത് ചെയ്തവൻ ആരാണേലും കൊണ്ടോരടങ്ങി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അവനൊന്നും അല്ല, പാവം ചെറുക്കൻ. നിങ്ങൾ വെറുതെ അവനെ കാര്യമില്ലാതെ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ അവന്റെ അറിവോടെ വേറെ ആരോ. അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് വെച്ചതാ. ഹലോ, ആളെ കിട്ടിയോ? എന്നാ ഞാൻ സ്റ്റേഷനിലോട്ട് വരാം.